ശ്രീ ശങ്കുട്ടി ദാസ്, ബി ജെ പിയുടെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ നേരത്തെ ഐ ടി സെൽ കൺവീനറായിട്ടുള്ള ഐ ടി സെൽ കൺവീനറിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി എന്നാണ് അമിത് മാളവ്യ പറയുന്നത്. നമുക്കിത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു 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 ദാവീദ് ആൻഡ് ഗോലിയാത്ത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ടോ? ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അൺഈവൻ കോമ്പറ്റീഷൻ എന്ന നിലയിലേക്കാണോ ബി ജെ പി ഇതിനെ കാണുന്നത്? നോക്കൂ, ഏറ്റവും ഒടുവിൽ നിതീഷ് കുമാറിന്റെ ഈ INDA അലയൻസിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക്, NDAയിലേക്കുള്ള അദ്ദേഹത്തിന് മടങ്ങി വരവ്, ഇതോടുകൂടിയിട്ട് ഈ കോമ്പിനേഷൻ സത്യത്തിൽ ഇല്ലാണ്ടായിരിക്കുകയാണ്. INDA എന്ന് പറയുന്ന ഒരു മുന്നണി തത്വത്തിൽ ഇപ്പോൾ പേരിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കാരണം ഈ INDA മുന്നണിയുടെ ശില്പി തന്നെ, ഇങ്ങനെ ഒരു ആശയത്തിന്റെ സൃഷ്ടാവ് തന്നെ നിതീഷ് കുമാറാണ്. അതിന്റെ സ്ഥാപകനായിട്ടുള്ള ആൾ തന്നെ ആ മുന്നണി ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ദൗർബല്യം എത്രയാണെന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ INDA എന്ന് പറയുന്ന മുന്നണിയുടെ ഒരു പ്രോഗ്രസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുൻപാണ്. അതായത് 2023 ജൂൺ മാസത്തിലാണ് ഈ ആശയം അവതരിപ്പിക്കപ്പെടുന്നത്. അന്ന് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്, ഇവരുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് പാട്നയിൽ വെച്ചിട്ടാണ്, ബീഹാറിൽ വെച്ചിട്ടാണ്. അന്ന് അതിൽ 16 കക്ഷികളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അടുത്ത സമ്മേളനം ആവുമ്പോഴേക്കും അത് നമ്മുടെ ബോംബെയിൽ വെച്ച് നടക്കുന്ന, ബാംഗ്ലൂർ വെച്ച് നടക്കുന്ന രണ്ടാമത്തെ സമ്മേളനമായി. അപ്പോഴേക്ക് 25 ആളുകളായി എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് അത് കർണാടകയിലേക്ക് വന്നു, ബാംഗ്ലൂരിലേക്ക് വന്നു. അപ്പോൾ 28 ആളുകളായി ആ സഖ്യത്തിൽ എന്ന് പറഞ്ഞു. പിന്നീട് അടുത്ത് ന്യൂഡൽഹിയിൽ വെച്ച് നടത്തുമ്പോഴേക്ക് 29 ആളുകളായി. ഒരു ഗ്രാൻഡ് അലയൻസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അന്നത്തെ ഒരു വാഗ്ദാനം എന്താണ്? അതൊരു ബിഗ് ടെന്റ് ആണ്. അതായത് NDAനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന ലക്ഷ്യം വെച്ച് മുന്നേറുന്ന ഒരു സംവിധാനം. അവരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ NDAക്ക് 2019 കിട്ടുന്നത് 45.43% വോട്ടാണ്. എന്നാൽ ഈ പറയുന്ന സഖ്യകക്ഷികൾ എല്ലാവരും കൂടി ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ 55% വോട്ട് നേടാൻ സാധിക്കും. അതോടുകൂടി NDA പരാജയപ്പെടുത്തുന്ന ഈ ഒരൊറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, വോട്ട് ഷെയറിന്റെ മാത്രമാണ്. ബാക്കിയുള്ള ഏത് കണക്കെടുത്ത് കഴിഞ്ഞാലും ഇവർ ഇവിടെ വിജയിക്കുന്നില്ല. കാരണം ഈ പറയുന്ന 28 കക്ഷികളും കൂടി ചേർന്ന് കഴിഞ്ഞാലും ലോക്സഭയിൽ 122 സീറ്റുകളെ ആവുന്നുള്ളൂ. BJPക്ക് അല്ലെങ്കിൽ NDA എന്ന് പറയുന്ന ദേശീയ ജനാധിപത്യ മുന്നണിക്ക് ഒറ്റയ്ക്ക് ഈ പറയുന്ന ലോക്സഭയിൽ ഒറ്റയ്ക്ക് 339 സീറ്റുകളുണ്ട്. സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ മഹാഗഡ്ബന്ധൻ അല്ലെങ്കിൽ ഈ പറയുന്ന INDA മുന്നണി, ഇവർക്ക് 1594 സീറ്റുകളാണ് ഉള്ളതെങ്കിൽ BJPക്ക് 1880 സീറ്റുകളുണ്ട് NDAക്ക്. അപ്പം നമ്പർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ NDA എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ ഈ INDA അലയൻസിനെ നേരിടാൻ ശേഷിയുള്ള സംവിധാനമാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും ലോക്കലായിട്ടുള്ള റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ നോക്കൂ, ഞാൻ ഈ പറഞ്ഞ 5 മീറ്റിങ്ങുകൾ നടന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഇവരുടെ കയ്യിൽ നിന്ന് പോയി. ആദ്യത്തെ മീറ്റിംഗ് നടന്നത് എവിടെയാണ്? പാട്നയിലാണ്, ബീഹാറിലാണ്. പാട്നയിൽ ആദ്യം തന്നെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച NDAയിൽ ജോയിൻ ചെയ്തു. ഇതാ ഇപ്പോൾ നിതീഷ് കുമാർ തന്നെ NDAയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്, NDAയുടെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. രണ്ടാമത്തെ മീറ്റിംഗ് നടന്നിട്ടുള്ള സ്ഥലം നമ്മുടെ കർണാടക, ബാംഗ്ലൂർ കർണാടക എടുത്തു കഴിഞ്ഞാൽ കർണാടകയിൽ എന്താ പറയുക, JD സെക്യുലർ, ജനതാദൾ സെക്യുലർ എന്ന് പറയുന്ന കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട പാർട്ടി NDAയിൽ ജോയിൻ ചെയ്തു. മഹാരാഷ്ട്ര എടുത്തു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ശിവസേന, അല്ല, JDS ഒക്കെ നേരത്തെ കോൺഗ്രസിനെതിരായി നിന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവവികാസമല്ല. Debate with MV Nikesh Kumar.